ഹലോ വെക്കേഷൻ വിത്ത് മൈ നാനിമ എന്ന ചാപ്റ്ററാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാർട്ട് 1 പാർട്ട് 2 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് ലാസ്റ്റ് പാർട്ട്, അതായത് പാർട്ട് 3 ആണ്. അപ്പോൾ ആദ്യത്തെ 2 പാർട്ടും കണ്ടിട്ട് ഈ ഒരു വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്യാം. മാജിക് സംസ്. നന്ദിനി ആൻഡ് ചിരാഗ് ഫൈൻഡ് സം പസിൽസ് ദാറ്റ് നാനിമ ഹാഡ് സോൾവ്ഡ്. ഒബ്സർവ് ദ നമ്പർ. വാട്ട് ഡു യു നോട്ടീസ്? ഈ പസിലിന്റെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് ഇത് നോക്കി പറയാൻ പറ്റുമോ? ഇതില് 1 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പേഴ്സും റിപ്പീറ്റ് ചെയ്യാതെ ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ സംസ് റൈറ്റ് സൈഡിൽ അതിന്റെ സംസ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം മുകളിൽ നിന്ന് താഴേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാലുള്ള സമ്മും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് ഉപയോഗിച്ച് ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാതെ റൈറ്റിലും താഴെയും കൊടുത്തിരിക്കുന്ന സം ഉണ്ടാക്കുക. അതാണ് ഈ ഒരു മാജിക് സം. ഫിൽ ദ ബോക്സസ് ബിലോ. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി സിമിലർ ആയിട്ടുള്ള 3 ബോക്സസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ഈച്ച് പസിൽ all numbers 1 to 9 are there. The numbers in each row add up to the number in the box on the right. The numbers in each column add up to the number in the box below. അപ്പോൾ ഇത് മൂന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള നമ്പർ കിട്ടണം. ഇനി മുകളിൽ നിന്ന് താഴേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴെയുള്ള നമ്പറും കിട്ടണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് ബോക്സ് ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. 1 plus dash plus 4 equal to 7. 1 plus 4 equal to 5. 5 plus എത്രയാ 7? 5 plus 2 ആണ്. ഈ കള്ളിയിൽ വരേണ്ടത് 2 ആണ്. ഇനി താഴേക്കൊന്ന് ആഡ് ചെയ്ത് നോക്കിയാൽ 8 plus dash plus 4 equal to 18. 8 plus 4 equal to 12. 12 plus എത്രയാ 18? 12 plus 6 equal to 18. ഓക്കെ, അപ്പൊ 6 ആഡ് ചെയ്തു. ഇനി ഫസ്റ്റ് റോല് 5 plus 8 plus dash equal to 16. 8 plus 5 എന്ന് പറഞ്ഞാൽ 13 ആണ്. 13 plus dash equal to 16. 13 plus 3 equal to 16. 3 plus dash plus 1 equal to 11. നമുക്കറിയാം 10 plus 1 ആണ് 11. plus 1 ഇവിടെ ഉണ്ട്, 10 വേണം അല്ലേ? 3 plus എത്രയാണ് 10? 7 plus 6 equal to 7 plus 6 equal to 13. 13 plus dash equal to 22. 13 plus ഇനി ഈ ഒരു 1 to 9 ഏത് നമ്പറാ മിസ്സിംഗ് ആയിട്ടുള്ളത്? 1 2 3 4 5 6 7 8 എല്ലാം യൂസ് ചെയ്തു, 9 മാത്രം യൂസ് ചെയ്തിട്ടില്ല. 7 plus 9 equal to 16. 16 plus 6 equal to 22. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു കള്ളി ഫിൽ ചെയ്യേണ്ടത്. ഇനി അടുത്ത ബോക്സ് ഫിൽ ചെയ്യാൻ നോക്കാം അല്ലേ? ഡാഷ് പ്ലസ് 7 പ്ലസ് 4 ഈക്വൽ ടു 18. 7 പ്ലസ് 4 is 11. 11 പ്ലസ് ഡാഷ് ഈക്വൽ ടു 18. 11 പ്ലസ് 7 ഈക്വൽ ടു 18. പക്ഷെ ഓൾറെഡി ഒരു 7 ഇവിടെ വന്നു അല്ലേ? ഇനി ഒരു 7 കൂടി ഇവിടെ കൊടുക്കാൻ പറ്റുമോ? നോ. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ റോങ് ആണ്. അപ്പൊ നമുക്കിതൊന്ന് കറക്റ്റ് ചെയ്യാം. ഈ 4ന് പകരം ഇവിടെ 9 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രോബ്ലം കറക്റ്റ് ആവുമെന്ന് തോന്നുന്നു. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ 7 പ്ലസ് 9 ഈക്വൽ ടു 16. 16 പ്ലസ് 2 ഈക്വൽ ടു 18. അപ്പൊ ഈ ഒരു റോ ശരിയായി. ഇനി 5 പ്ലസ് എത്രയാണ് 15? നമുക്കറിയാം 5 പ്ലസ് 10 ആണ് 15. 10 ഇനി ഇതിലില്ലാത്ത നമ്പേഴ്സ് ഏതൊക്കെയാണ്? 1 4 6 8. ഇതിൽ ഏത് രണ്ടെണ്ണം കൂട്ടിയാലാണ് 10 കിട്ടുക? 4 and 6 അല്ലേ? 4 plus 6 equal to 10. 10 plus 5 equal to 15. ഇത് 4 ഇവിടെയാണോ അതോ 4 ഇവിടെയാണോ ഇടേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അത് നിങ്ങൾ ആദ്യം ഒരു സ്ഥലത്ത് ഇട്ടിട്ട് ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ലാസ്റ്റ് അത് അടുത്തതും കൂടി ഫിൽ ചെയ്യുമ്പം അത് തെറ്റിപ്പോവാണെങ്കിൽ അത് മാറ്റി എഴുതിയാൽ മതി. ഇനി 4 plus 2. 4 plus 2 is 6. 6 plus എത്രയാണ് 7? 6 plus 1 ആണ് 7. അപ്പൊ 1 plus 3 equal to 4. 4 plus 8 equal to 12. നെക്സ്റ്റ് ബോക്സ്. ഇവിടെ 6 plus dash equal to 10. നമുക്കറിയാം 6 plus 4 ആണ് 10. ഏത് രണ്ട് നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് 4 ഉണ്ടാക്കാൻ പറ്റുക? 1 plus 3. 4 plus 6 equal to 10. Next, 6
plus dash plus 9 equal to 23. 6 plus 9 equal to 14. 14 plus 8 equal to 23. Dash plus 8 equal to 19. 8 plus 11 is equal to 19. 11 plus 8 equal to 19. അപ്പോൾ നമുക്ക് 11 കിട്ടണം. 11 കിട്ടണമെങ്കിൽ ഏത് രണ്ടെണ്ണം ആഡ് ചെയ്യണം? 7 plus 4. 7 plus 4 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 11 കിട്ടും. 11 plus 8 equal to 19. ഈ കേസിലും നമുക്ക് ചിലപ്പോൾ ഡൗട്ട് വരും 4 ആണോ അവിടെ എഴുതേണ്ടത് 7 ആണോ എഴുതേണ്ടത് എന്ന്. അത് നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതി ആഡ് ചെയ്ത് സോൾവ് ചെയ്ത് നോക്കണം. അപ്പോൾ തെറ്റാണെങ്കിൽ തിരിച്ചു മാറ്റി എഴുതിയാൽ മതി. 1 plus 7 equal to 8. 8 plus 2 equal to 10. 3 plus 4 equal to 7. 7 plus 5 equal to 12. Add the numbers in the blue boxes and the numbers in red boxes in each of the puzzles. What do you find? ഓരോ ബോക്സിലും ഇവിടെ നമുക്ക് ഈ റെഡിലുള്ള എല്ലാ നമ്പേഴ്സും ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അതായത് 16 plus 22 plus 7 equal to 45. ഇനി ബ്ലൂ ബോക്സിലുള്ളത് ആഡ് ചെയ്താലോ? 11 plus 16 plus 18. അതും കിട്ടുന്നത് 45 ആണ്. നെക്സ്റ്റ് ബോക്സിൽ റെഡ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 12 plus 15 plus 18 equal to 45. And similarly, 7 plus 15 plus 23 is also 45. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കുറച്ച് കൂടുതൽ ഡീപ്പായി പോയതുകൊണ്ട് വളരെയധികം സ്ലോ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതുപോലെ കുറച്ചൊന്ന് ഫാസ്റ്റ് ആക്കുന്നത്. പക്ഷെ ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു ഗിൻലടി എടുത്തിട്ട് ആഡ് ചെയ്തിട്ട് ശീലിക്കുക. ഓക്കെ, പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് ഗിൻലടി ഒന്നും വേണ്ട, നേരെ തന്നെ ആഡ് ചെയ്തിട്ട് ആൻസർ കിട്ടും. ഇനി ലാസ്റ്റ് ബോക്സിലും 10 plus 19 plus 16 equal to 45. 10 plus 12 plus 23 is 45. Nanima was doing something in the newspaper. Nandini and Chirag looked into what she was doing. Nanima, what is so magical about this square? നാനിമ ഇതുപോലെ ഒരു മാജിക്കൽ സ്ക്വയർ ആണ് സോൾവ് ചെയ്യുന്നത്. അപ്പൊ നന്ദിനി ചോദിച്ചു, എന്താണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി? Magic. With numbers 1 to 9, add the numbers in a line. From left to right and from the top to bottom, did you find the magic? അതെന്താ മാജിക്കാ? നമുക്ക് ലെഫ്റ്റിൽ മുതൽ റൈറ്റിൽ വരെയുള്ള എല്ലാ നമ്പേഴ്സും ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 2 plus 7 equal to 9. 9 plus 6 equal to 15. 9 plus 1 equal to 10. 10 plus 5 equal to 15 again. അപ്പൊ നമുക്ക് ഈ മൂന്നും ഹൊറിസോണ്ടൽ ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സമ്മ് കിട്ടുന്നത് 15 ആണ്. അതുപോലെ 2 plus 9 plus 4 അതും കിട്ടുന്നത് 15 ആണ്. 7 plus 3 10. 10 plus 5 15. 8 plus 1 9. 9 plus 6 is also equal to 15. Wow, ഇതൊരു മാജിക്കൽ സം ആണല്ലേ. There is something more. ഇത്രയും അല്ലാതെ ഇനിയും കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. Add the numbers on the diagonal. Diagonal എന്ന് പറഞ്ഞാൽ ഇതാണ് diagonal. ക്രോസ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇതാണ് diagonal. ഇതിൽ രണ്ട് diagonal ഉണ്ട്. 2 5 8. 6 plus 4 plus 5 15. 2 plus 8 equal to 10. 10 plus 5 equal to 15. അപ്പൊ ഈ രണ്ട് diagonal ആഡ് ചെയ്താലും കിട്ടുന്നത് 15 ആണ്. Fill the blanks to complete the magic square. അപ്പൊ നാനിമ ചെയ്തതുപോലെ ഈ തന്നിരിക്കുന്ന മാജിക് സ്ക്വയർ നിങ്ങൾക്കൊന്ന് സോൾവ് ചെയ്ത് നോക്കാൻ പറ്റുമോ? 3 പ്ലസ് എത്രയാണ് 15? 3 പ്ലസ് 12 ഈക്വൽ ടു 15. 12നെ നമുക്ക് എങ്ങനെയാ ചെയ്യാൻ പറ്റുക? 8 പ്ലസ് 4 ഈക്വൽ ടു 12. 8 പ്ലസ് 4 പ്ലസ് 3 ഈക്വൽ ടു 15. 8 plus 6 equal to 14. 6 plus 1 equal to 15. ഇനി ഇതിന്റെ മിഡിലോ 9 plus 1 equal to 10 ആണല്ലേ. അപ്പോൾ 10 plus എത്രയാ 15? 5 ആണ്. ഇനി 3 plus 5 equal to 8. 8 plus 7 equal to 15. ഇനി ഇവിടെ ഏത് നമ്പറാണ് ബാക്കിയുള്ളത്? 2. 9 plus 4 plus 2 equal to 15. ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലൊക്കെ 15 ആണ്. ഇത് ആഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ താഴെയും 15 ആണ്. ഇനി ഡയഗണൽ നോക്കിയാലോ.
8 plus 2 equal to 10, 10 plus 5 equal to 15. ഇനി ഇവിടുത്തെ ഡയഗണൽ നോക്കിയാൽ 6 plus 4 equal to 10, 4 plus 5 equal to 10. അപ്പോൾ നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സ് കറക്റ്റ് ആണ്. Nandini and Chirag went to their Nanima's field. Nanima has 2 fields. Nanima has plucked 25 red radishes and 36 white radishes. How many total radishes has she plucked? Nanima 25 red radishes 36 white radishes pluck ചെയ്തിട്ടുണ്ട്. എത്ര radishes ആണ് ടോട്ടൽ ആയിട്ട് പ്ലക്ക് ചെയ്തിരിക്കുന്നതെന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. Nandini starts by drawing the problem on the ground. നന്ദിനി പെട്ടെന്ന് ഈ ഒരു പ്രോബ്ലം ഗ്രൗണ്ടിൽ വരച്ചു വെച്ചു. എങ്ങനെയാ വരച്ചത്? ഒരു വലിയ ബോക്സ്, അതിൻ്റെ ഉള്ളിൽ 25 റെഡ് റാഡിഷും 36 വൈറ്റ് റാഡിഷും. എസ്റ്റിമേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് റാഡിഷസ്. ഇനി നിങ്ങൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെയാ ചെയ്യാ? വി നീഡ് ടു ആഡ് 25 and 36 to find the total. രണ്ട് നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ ടോട്ടൽ കണ്ടുപിടിക്കാൻ അത് രണ്ടും കൂടി ആഡ് ചെയ്യാണ് വേണ്ടത്. I will add using bundle and sticks. ചിരാഗ് അപ്പൊ വേഗം തന്നെ ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ചിരാഗ് പറഞ്ഞു I will add using bundle and sticks. പെട്ടെന്ന് തന്നെ കുറെ ബണ്ടിൽസും സ്റ്റിക്സും എടുത്തു. 25 റെഡ് റാഡിഷിന്റെ അടിയിൽ അത് ബണ്ടിൽസ് ഉപയോഗിച്ച് വെച്ചിരിക്കുകയാണ്. 25, 20 plus 5. 20 മീൻസ് 2 10ന്റെ ബണ്ടിൽസ് ആണ്. പിന്നെ 5 സിംഗിൾ സ്റ്റിക്സും ഉണ്ട്. 36ഓ 3 10ന്റെ ബണ്ടിൽസ് കൂടുമ്പോഴാണ് 30 ആവുന്നത്. ഇനി 30 plus 6 ആണ് 36. 6 ലൂസ് സ്റ്റിക്സും ഉണ്ട് അല്ലേ? ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് നമുക്ക് 10ന്റെ ബണ്ടിൽസ് എത്ര എണ്ണം ഉണ്ട് നോക്കാം. 1, 2, 3, 4, 5. 10ന്റെ 5 ബണ്ടിൽസ് ഉണ്ട്. അതായത് ടോട്ടൽ 50 നമ്പേഴ്സ് ഉണ്ട്. ഇനി സിംഗിൾസോ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 and 11. സിംഗിൾ 11 ഉണ്ട്. 10ൻ്റെത് 5 ഉണ്ട്. അപ്പോൾ 11 എന്ന് പറഞ്ഞാൽ 10 plus 1 ആണ്. അപ്പോൾ ടോട്ടൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 50 plus 10 plus 1. 50 plus 10 equal to 60 ആണ്. 60 plus 1 equal to 61. അപ്പൊ എങ്ങനെ എഴുതാം? 25 റെഡ് റാഡിഷസ് plus 36 white radishes equal to 61 radishes. That means 25 plus 36 equal to 61. See how I do it on number line. ചിരാഗ് ബണ്ടിൽസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നന്ദിനി സെയിം പ്രോബ്ലം ഒരു നമ്പർ ലൈനിലാണ് ചെയ്യാൻ പോകുന്നത്. നന്ദിനി ഫസ്റ്റ് തന്നെ 25 ഒരു നമ്പർ ലൈനിൽ മാർക്ക് ചെയ്തു. കണ്ടോ 25. അതിനുശേഷം 36 ആഡ് ചെയ്യാണ്. 25ൽ നിന്ന് ഒരു 5 ആഡ് ചെയ്തു. അപ്പൊ 30ലെത്തി. പിന്നെ 10 ആഡ് ചെയ്തു, 10 ആഡ് ചെയ്തു, 10 ആഡ് ചെയ്തു. അപ്പൊ എത്രയായി? 35 ആയി അല്ലേ? 35 അല്ല, നമുക്ക് 36 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പൊ ഒന്നും കൂടി ഒരു സിംഗിൾ പ്ലസ് 1 കൂടി ആഡ് ചെയ്തു. അപ്പോഴാണ് ടോട്ടൽ നമ്പർ കിട്ടുന്നത്. നന്ദിനിയുടെ ആൻസർ എത്രയാ? 60 plus 1 equal to 61. അപ്പൊ ചിരാഗിന്റെ ആൻസർ കറക്റ്റ് ആണോ? അതെ അല്ലേ? Find other ways of solving the same problem on number line. 25 plus 36 ആണല്ലേ? അപ്പൊ 25 ആയിരുന്നു നന്ദിനി ആദ്യം മാർക്ക് ചെയ്തത്. നമുക്കത് 36 എന്ന് മാർക്ക് ചെയ്ത് നോക്കിയാലോ? 36 എന്ന് പറഞ്ഞാൽ 30 plus 6. 25 എങ്ങനെ ആഡ് ചെയ്യും? ആദ്യം ഇവിടുന്ന് 40ലെത്തണം. അത് 4 ആണ്. പിന്നെ 10. അപ്പൊ 24 ആയി. അതിനുശേഷം ഒരു 1 കൂടി ആഡ് ചെയ്യണം അല്ലേ? 4, 10 plus 1 എത്രയാണ്? 61. Nanima puts tomatoes and carrots in a box and writes 100 on it. നാനിമ ഇവിടെ ഒരു ബോക്സ് കണ്ടോ? ഈ ബോക്സിൽ ക്യാരറ്റ്സും ടൊമാറ്റോസും ഇട്ടിട്ട് അതിന്റെ മുകളിൽ 100 എന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. അതിന്റെ അർത്ഥം എന്താ? ഇതിലുള്ള ക്യാരറ്റ്സിന്റെയും ടൊമാറ്റോസിന്റെയും ടോട്ടൽ നമ്പർ 100 ആണ്. I remember she had put 65 tomatoes. അപ്പൊ നന്ദിനി പറയാ, നാനിമ അതിൽ 65 ടൊമാറ്റോസ് ആണ് ഇട്ടിരിക്കുന്നത്.
വി നീഡ് നോട്ട് ടു കൗണ്ട് ദ ക്യാരറ്റ്സ്. അപ്പൊ ചിരാഗ് പറയാ, ഓഹോ, അപ്പൊ ക്യാരറ്റ്സിന്റെ നമ്പർ കിട്ടണമെങ്കിൽ നമ്മൾ അത് ഒന്നുകൂടി കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെയോ, നന്ദിനി ഡ്രോസ് ദ ഗിവൻ പ്രോബ്ലം. നന്ദിനി ഈ പ്രോബ്ലം വരച്ചിരിക്കുകയാണ്. എങ്ങനെയാ ചെയ്തിരിക്കുന്നത്? പുറത്ത് വലിയൊരു ബോക്സ്. ആ ബോക്സിന്റെ വാല്യൂ ആണ് 100. കാരണം എന്താ? ഇവിടെ ടോട്ടൽ 100 ആണുള്ളത്. ഈ 100ല് 65 ടൊമാറ്റോസ് ഉണ്ട്. 6 10ന്റെ ബണ്ടിലും അത് കഴിഞ്ഞിട്ട് 5 സിംഗിൾ ബണ്ടിൽസും ആണ്. പ്ലസ് ഡാഷ് കുറച്ച് നമ്പർ ഓഫ് ക്യാരറ്റ്സ്. എത്രയാണെന്ന് നമുക്കറിയില്ല. ക്യാരറ്റ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്കൊന്ന് ചെയ്തു നോക്കിയാലോ. 65 plus 5 equal to 70. 70യോട് 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 80 കിട്ടും. ഇനി 80യോട് 10 ആഡ് ചെയ്താൽ 90 കിട്ടും. 90യോട് 10 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 കിട്ടും. നമുക്ക് 100 ആണല്ലേ കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ 65 മുതൽ എത്ര നമ്പേഴ്സ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്? 5, 10, 10 and 10 അല്ലേ? ഇതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് ആൻസർ കിട്ടുക? 10 plus 10 plus 10 30. 30 plus 5 equal to 35. അതായത് 65 plus 35 equal to 100. അപ്പൊ ക്യാരറ്റ്സിന്റെ നമ്പർ എത്രയാണ്? 35. Circle the bundle of sticks that shows the correct number of carrots. ഇവിടെ കുറെ ബോക്സിൽ ബണ്ടിൽസ് വെച്ചിട്ടുണ്ട്. ഇത് നോക്കിയിട്ട് നിങ്ങൾ ഈ നമ്പർ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ് ക്യാരറ്റ്സിന്റെ നമ്പർ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഫസ്റ്റ് ബോക്സിൽ നോക്കുകയാണെങ്കിൽ 3 10ന്റെ ബണ്ടിലാണ്. 10 plus 10 plus 10 30 ആവുന്നുള്ളൂ. നമുക്ക് 35 വേണം അല്ലേ? ഇവിടെയോ 10 plus 10 plus 10 1 2 3 4. ഇത് 34 ആവുള്ളൂ. ഇവിടെയോ 10 20 30 31 32 33 34 and 35. അപ്പൊ ഇതാണ് കറക്റ്റ്. ഇതിൽ അതിനേക്കാളും കൂടുതൽ ഉണ്ടല്ലേ? എങ്ങനെയാ അത് മനസ്സിലാക്കുക? കാരണം 10ന്റെ ബണ്ടിൽസ് തന്നെ ഇവിടെ 5 ഉണ്ട്. അപ്പൊ 50സിലാണ് ആൻസർ വരിക. നമുക്ക് വേണ്ടത് 35 ആണ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. സോൾവ് ദ എബോവ് പ്രോബ്ലം ഓൺ ദ നമ്പർ ലൈൻ. സെയിം പ്രോബ്ലം നമ്മളിപ്പോ ബണ്ടിലും സ്റ്റിക്സും ഉപയോഗിച്ച് ചെയ്ത പ്രോബ്ലം ഈ നമ്പർ ലൈൻ ഉപയോഗിച്ച് ചെയ്യാം. ആദ്യം നമുക്ക് ടൊമാറ്റോസിന്റെ നമ്പർ ഈ നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യണം. എത്ര ടൊമാറ്റോസ് ആയിരുന്നുള്ളത്? 65. ഇനി എത്രയാണ് ടോട്ടൽ നമ്പർ ഉള്ളത്? 100 ആണല്ലേ? അപ്പൊ ഇവിടെ മുതൽ ഇവിടെ വരെ എത്രയാണോ നമ്പർ നമുക്ക് കൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുക അത്രയും ക്യാരറ്റ്സ് ആണുള്ളത്. 5, 10, 10 and 10. 35. അപ്പൊ 65 tomatoes and 35 carrots, total 100 vegetables. That means 65 plus 35 equal to 100. Dash tomatoes taken out from a box of 100 vegetables leaves dash carrots. ബോക്സിൽ നിന്ന് എത്ര ടൊമാറ്റോസ് എടുത്തു കഴിഞ്ഞാലാണ് ക്യാരറ്റ് മാത്രം ബാക്കിയാവുന്നത്? അതും എത്ര ക്യാരറ്റ്സ് ആണ് ബാക്കിയാവുക? 65 ടൊമാറ്റോസ് ടേക്കൺ ഔട്ട് ഫ്രം എ ബോക്സ് ഓഫ് 100 വെജിറ്റബിൾസ് ലീവ്സ് 35 ക്യാരറ്റ്സ്. ഇതിന് എങ്ങനെയും കൂടി എഴുതാം. 100 minus 65 equal to 35. Nanima asked Nandini and Chirag to pluck the ripe apples. I collected 80 apples. Nandini എത്ര apples ആ collect ചെയ്തിരിക്കുന്നത്? 85. I plucked 67 apples. Chirag പറഞ്ഞു 67 apples collect ചെയ്തു എന്ന്. അപ്പൊ നന്ദിനി പറയാണ് 80 plus 20 equal to 100 ആണ്. So they would be more than 100 in all. 80യും 20യും ആഡ് ചെയ്താൽ 100 കിട്ടും. ഇവരുടെ കയ്യിൽ ഒരാളുടെ കയ്യിൽ 85ഉം അടുത്ത ആളുടെ കയ്യിൽ 67ഉം ഉണ്ടല്ലേ? ഈ രണ്ട് നമ്പറിനേക്കാളും കൂടുതലാണ് അവരുടെ കയ്യിലുള്ളത്. സോ ദേ വുഡ് ബി മോർ ദാൻ 100 ഇൻ ഓൾ. ഇപ്പൊ നന്ദിനി ഗസ് ചെയ്യാണ്. നമ്മുടെ രണ്ടാളതും കൂടി ആഡ് ചെയ്താൽ 100ലും കൂടുതൽ ആപ്പിൾസ് ഉണ്ടാകും. അത് കറക്റ്റ് ആണോ എന്ന് അവർക്ക് ചെക്ക് ചെയ്യണോ അല്ലേ? Let's see how many total apples we have collected. Draw a box diagram. Total കിട്ടണമെങ്കിൽ 85 plus 67. നന്ദിനിയുടെ ബോക്സിൽ 85 ആപ്പിൾസ് ഉണ്ടല്ലേ? 85നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം?
1, 2, 3, 4, 5, 6, 7, 8. 10ന്റെ 8 ബണ്ടിൽസ് വീതമുണ്ട്. അപ്പൊ 80 ആയി. ഇനി ലൂസ് ബണ്ടിൽസ് 5. 80 പ്ലസ് 5 ആണ് 85. ചിരാഗ് 6 10ന്റെ ബണ്ടിൽസ് ആഡ് ചെയ്താൽ 60 ആയി. പിന്നെ 7 സിംഗിൾ ബണ്ടിൽസ് ഉണ്ട്. അപ്പോൾ 67 ആപ്പിൾസ്. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് ടോട്ടൽ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 10ന്റെ ബണ്ടിൽസ് എത്ര എണ്ണം ഉണ്ട്? 8 plus 6 equal to 14. അപ്പോൾ 14 number of 10ന്റെ ബണ്ടിൽസ് ഉണ്ട്. 10 plus 4. 10 ബണ്ടിൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 കിട്ടും. ഇനി 4 10ന്റെ ബണ്ടിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലോ 40 കിട്ടും അല്ലേ? ഇത്രയുമാണ് 10ന്റെ ബണ്ടിൽസ് ആഡ് ചെയ്തപ്പോൾ കിട്ടിയത്. ഇനി സിംഗിൾസ് കൗണ്ട് ചെയ്താലോ 12 number of single sticks ഉണ്ട്. 12 means 10 plus 2. അപ്പോൾ ടോട്ടൽ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഇവിടെ കിട്ടുക? 100 plus 40 plus 10 plus 2. 100 plus 40, 140. 140 plus 10, 150. 150 plus 2, 152. സെയിം പ്രോബ്ലത്തിന് ഒന്ന് വേറെ രൂപത്തിലേക്ക് മാറ്റി എഴുതിയിരിക്കുകയാണ്. ആദ്യം 10ന്റെ ബണ്ടിൽസ് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 ബണ്ടിൽസ് ആയല്ലേ? അപ്പൊ 10 എത്തിക്കഴിഞ്ഞപ്പോൾ അതിനെ വലിയൊരു ബണ്ടിലാക്കി മാറ്റി. 100ന്റെ വലിയൊരു ബണ്ടിലാക്കിയാണ്. ഇതിൻ്റെ അകത്ത് എത്ര സ്റ്റിക്സ് ഉണ്ട്? 100 സ്റ്റിക്സ് അല്ലേ? ഇനി 10ന്റെ എത്ര എണ്ണം ബാക്കിയുണ്ട്? 1, 2, 3, 4. 1, 2, 3, 4. 10ന്റെ 4 ബണ്ടിൽസ് ബാക്കിയുണ്ട്. ഇനി നമുക്ക് സിംഗിൾസ് ആഡ് ചെയ്താലോ? സിംഗിൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ചേർത്ത് നമുക്ക് 10ന്റെ ഒരു ബണ്ടിലാക്കി മാറ്റാം അല്ലേ? അത് മാറ്റി ഇവിടേക്ക് ആഡ് ചെയ്ത് വെച്ചു. അപ്പൊ ടോട്ടൽ എത്രയായി? 5 ബണ്ടിൽസ് ഓഫ് 10, 50 സ്റ്റിക്സ്. ഇനി റിമൈനിങ് ആയിട്ടുള്ളത് വെറും 2 സിംഗിൾ സ്റ്റിക്സ് ആണ്. അതിനെ സിംഗിൾ സ്റ്റിക്സ് ആയിട്ട് തന്നെ എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഇതിന് ടോട്ടൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ കിട്ടുക? 100 പ്ലസ് 50 പ്ലസ് 2 ഈക്വൽ ടു 152. നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടി വേറെ രീതിയിലല്ലേ? അപ്പൊ ഈ രണ്ട് രീതിയിൽ ചെയ്തത് കൂടാതെ ഇത് നമ്പർ ലൈനിലും കൂടി ചെയ്ത് നോക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? 85 ആപ്പിൾസ്. ആദ്യം 85 നമുക്ക് മാർക്ക് ചെയ്യാം. 18ന്റെയും 19ന്റെയും ഇടയിലാണ് 85. ഇതിനോട് 67 ആഡ് ചെയ്യണം. 5, 10, 10, 10, 10, 10, 10 and 2. 67 ആയി. ഇത് എവിടെ എത്തിയിരിക്കുന്നത്? 150 കഴിഞ്ഞു പ്ലസ് 2. 152. That means 85 plus 67 equal to 152. Now, who collected more? Nandini or Chirag? How much more? നന്ദിനിയാണോ ചിരാഗാണോ കൂടുതൽ കളക്ട് ചെയ്തിരിക്കുന്നത്? ഒരാൾക്ക് 85 ആണ്, ഒരാൾക്ക് 67 ആണ്. നന്ദിനിയാണ് കൂടുതൽ ആപ്പിൾസ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നന്ദിനി ചിരാഗിനേക്കാളും എത്ര കൂടുതൽ കളക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് നിങ്ങൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ചിരാഗ് ഡ്രോസ് എ ബോക്സ് ഡയഗ്രാം ഫോർ ദ പ്രോബ്ലം. ആദ്യം തന്നെ നന്ദിനിയുടെ അടുത്ത് ടോട്ടൽ 85 ആപ്പിൾസ് ഉണ്ട്. ചിരാഗിന്റെ അടുത്തോ 67. ഇത് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും 85 ബിഗ് ആണ്, 67 അതിനേക്കാളും ചെറുതാണ്. ഇനി 67നോട് എത്ര ആഡ് ചെയ്താലാണ് 85 എത്തുക? നന്ദിനീസ് ആപ്പിൾസ് 85 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ചിരാഗ്സ് ആപ്പിൾ 67 മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നും ഇത് മൈനസ് ചെയ്താൽ എത്ര കൂടുതലാണ് നന്ദിനിക്ക് കിട്ടിയതെന്ന് മനസ്സിലാകും. എത്ര 10ന്റെ ബണ്ടിൽസ് മോർ ഉണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6. 6 ബണ്ടിൽസ് ആണ് ചിരാഗിന്റെ അടുത്തുള്ളത്. നമുക്ക് നന്ദിനിയുടെ അടുത്തുനിന്ന് അത്ര എണ്ണം കട്ട് ചെയ്ത് കളഞ്ഞാലോ? 1, 2, 3, 4, 5, 6. ഇനി ഇത്രയും കൂടുതൽ ബാക്കിയുണ്ട്. ഇനി നമുക്ക് എന്തും കൂടി കട്ട് ചെയ്ത് കളയണം? ഇവിടെയുള്ള സിംഗിൾസും കൂടി കട്ട് ചെയ്ത് കളയണം അല്ലേ? ഇവിടെ എത്ര സിംഗിൾസ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7. 7 സിംഗിൾസ് ഉണ്ട്. എന്നാൽ ഇവിടെയോ 1, 2, 3, 4, 5. 5 സിംഗിൾസേ ഉള്ളൂ. അപ്പൊ ഇത് 7 ആവണമെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ഈ 10ന്റെ ബണ്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ 10 സിംഗിൾ ബണ്ടിൽസ് കിട്ടും അല്ലേ? ഇനി നമുക്ക് ഇതിൽ നിന്നും കൂടി 7 മൈനസ് ചെയ്യാം. 1, 2, 3, 4, 5,
6, 7. രണ്ടെണ്ണം ഇവിടുന്നും 5 എണ്ണം ഇവിടുന്നും കളഞ്ഞപ്പോൾ 7 ആയി. അപ്പൊ ഇത് ഓപ്പൺ ആയിപ്പോയി അല്ലേ? ഇതിവിടെ ബാക്കിയില്ല. ഇനി ഇവിടെ ഏതൊക്കെയാണ് ബാക്കിയുള്ളത്? ഈ വലുതിൽ നിന്നും 2 പോയി, ബാക്കിയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വലിയ ബണ്ടിൽസ്, ഈ ഒരു ബണ്ടിൽ അങ്ങനെ തന്നെ പൊട്ടിക്കാതെ കിടക്കുന്നുണ്ട്. അപ്പൊ വലിയ ബണ്ടിൽ ഒന്നുണ്ട്. ഇനി ഈ ബണ്ടിൽ പൊട്ടിച്ചിട്ട് അതിൽ ബാക്കി 1, 2, 3, 4, 5, 6, 7, 8 ബാക്കിയുണ്ട്. Nandini collected 18 more apples than Chirag. ഇവിടെ കുറച്ച് questions തന്നിട്ടുണ്ട്. Solve the following problems by first drawing the box diagram. ആദ്യം തന്നെ ഒരു question വായിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു ബോക്സ് ഡയഗ്രാം സ്വന്തമായിട്ട് ചെയ്യണം. അതിനുശേഷം മാസ്റ്റിക് ബണ്ടിൽസോ നമ്പർ ലൈനോ ഏതെങ്കിലും യൂസ് ചെയ്തിട്ട് അതിന്റെ ആൻസർ കണ്ടുപിടിക്കണം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Bubbly Didi sold 34 books on Monday and 45 books on Tuesday. How many books did she sell in the 2 days? How many more did she sell on Tuesday than Monday? എങ്ങനെ ഇത് ബോക്സ് വരയ്ക്കുക? ഫസ്റ്റ് 2 ബോക്സ്, എന്നിട്ട് ആദ്യം മൺഡേ 34 ആണ് അല്ലേ? മൺഡേ 34, ട്യൂസ്ഡേയോ 45. 34, 10, 20, 30, 31, 32, 33, 34. 34 sticks ആയല്ലേ? ട്യൂസ്ഡേയോ 4 10ന്റെ ബണ്ടിലും 5 സിംഗിൾ ബണ്ടിലും ഉണ്ട്. ഹൗ മെനി ബുക്സ് ഡിഡ് ഷീ സെൽ ഇൻ 2 days? ഇത് രണ്ടും ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 1, 2, 3, 4, 5, 6, 7. അപ്പൊ 10ന്റെ ബണ്ടിൽസ് 7 എണ്ണം എന്ന് പറഞ്ഞാൽ 70. 1, 2, 3, 4, 5, 6, 7, 8, 9. 9. 70 plus 9 equal to 79. അപ്പൊ ടോട്ടൽ എത്ര ബുക്കാണ് സെല് ചെയ്തിരിക്കുന്നത്? 79. ഇനി how many more did she sell on Tuesday than Monday? ട്യൂസ്ഡേ കുറച്ച് കൂടുതൽ സെല് ചെയ്തിട്ടുണ്ട് മൺഡേനേക്കാളും. കാരണം ഇവിടെ 45 ആണ്. എത്ര എണ്ണം കൂടുതൽ സെല് ചെയ്തിട്ടുണ്ട്? എങ്ങനെയാ മനസ്സിലാവുക? നമുക്ക് ജസ്റ്റ് ഇവിടുന്ന് കട്ട് ചെയ്താൽ മതി. ഇവിടെ കണ്ട ഫസ്റ്റ് 3, ഇവിടുന്ന് 3 കട്ട് ചെയ്യുക, ഇവിടെ 4, ഇവിടെയും 4 കട്ട് ചെയ്യുക. ഇതിലിനി റിമൈനിങ് എത്രയാണുള്ളത്? റിമൈനിങ് ഒരു 10ന്റെ ബണ്ടിലും ഒരു സിംഗിൾ ബണ്ടിലും ആണുള്ളത്. ദാറ്റ് മീൻസ് 11. 10 plus 1 11. അപ്പൊ ട്യൂസ്ഡേ മൺഡേനേക്കാളും 11 നമ്പർ കൂടുതലാണ് ബുക്ക് സെല് ചെയ്തത്. 34 plus 11 equal to 45. 34 plus 10 plus 1. 11 നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? 10 plus 1 എന്ന് എഴുതാം. അപ്പൊ 34 plus 10 44. 44 plus 1 45. അപ്പൊ എത്രയാണ് ആഡ് ചെയ്തിരിക്കുന്നത്? 11 ആണല്ലേ? ഇതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം. 45 കൂടുതലുള്ള നമ്പർ minus 34, which is also equal to 11. In a cricket match at Rosary School, Team Red made 56 runs before lunch and 65 runs after lunch. How many total runs did they make? ബിഫോർ ലഞ്ച് 56 റൺസും ആഫ്റ്റർ ലഞ്ച് 65 റൺസും എടുത്തിട്ടുണ്ട്. എത്രയാണ് ടോട്ടൽ റൺസ് എടുത്തിരിക്കുന്നത്? 56 plus 65. എങ്ങനെ ചെയ്യാം? ബിഫോർ ലഞ്ച് 56 ആണ്, ആഫ്റ്റർ ലഞ്ച് 65 ആണ്. ആദ്യം 10 എത്രയാണെന്ന് ആഡ് ചെയ്യുക. 10 11 ആണ്, ആൻഡ് സിംഗിൾസും 11 ആണ്. ഈ 11 ബണ്ടിൽസ് ഉണ്ട് 10ന്റെ. അതിന്റെ കൂടെ ഈ ഒന്നും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10ന്റെ 12 ബണ്ടിൽസ് ഉണ്ട്. 12 ബണ്ടിൽസ് എന്ന് പറഞ്ഞാൽ 10 plus 2 അല്ലേ? 10 plus 2. 10 എന്ന് പറഞ്ഞാൽ 100, 2 എന്ന് പറഞ്ഞാൽ 20. ഇനി ഒരു സിംഗിളും കൂടി ബാക്കിയുണ്ട്. അപ്പൊ 100 plus 20 equal to 120. 120 plus 1 equal to 121. 121 runs ആണ് ടോട്ടൽ ആയിട്ട് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം. Rama sells vadas in the school canteen. She has sold 39 vadas first day. She sold 12 more next day. അപ്പൊ ആദ്യത്തെ ദിവസം സെല് ചെയ്ത വടേനേക്കാളും 12 more 12 കൂടുതലാണ് നെക്സ്റ്റ് ഡേ സെല് ചെയ്തിരിക്കുന്നത്. How many vadas did she sell in these 2 days? ആദ്യത്തെ ദിവസം എത്ര വട സെല് ചെയ്തിട്ടുണ്ട്? 39 ആണല്ലേ ഫസ്റ്റ് ഡേ. സെക്കൻഡ് ഡേയോ
12 more ആണ്. ആദ്യത്തെ ദിവസം 39. Second day same number of വടയും plus 12 more. 12 എന്ന് പറഞ്ഞാൽ ഒരു 10ന്റെ ബണ്ടിലും 2 സിംഗിൾ ബണ്ടിലും. ഓക്കെ, ഇനി ടോട്ടൽ എത്രയാന്ന് കണ്ടുപിടിക്കാൻ എന്ത് ഈസിയാ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. സെക്കൻഡ് ഡേ എത്ര കിട്ടിയെന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്യാം. 1 2 3 4 4 10ന്റെ ബണ്ടിൽസ് ഉണ്ട് പ്ലസ് 1 2 3 4 5 6 7 8 9 10 11 സിംഗിൾ ബണ്ടിലും ഉണ്ട്. 40 പ്ലസ് 10 പ്ലസ് 1 അതായത് 51. സെക്കൻഡ് ഡേ സെല് ചെയ്തത് എത്രയാണ്? 51 ആണ്. ഇനി ടോട്ടൽ എത്ര ഉണ്ട് നോക്കണം അല്ലേ? ടോട്ടൽ 10ന്റെ ബണ്ടിൽസ് 1 2 3 4 5 6 7 ടോട്ടൽ 7 10ന്റെ ബണ്ടിൽസ് ഉണ്ട്. ഇനി സിംഗിൾ ആയിട്ടുള്ള ബണ്ടിൽസോ 20 ഉണ്ട്. 20 എന്ന് പറഞ്ഞാൽ 10ന്റെ രണ്ട് ബണ്ടിൽസിന് ഈക്വൽ ആണല്ലേ? അപ്പൊ ടോട്ടൽ 70 പ്ലസ് 20 ഈക്വൽ ടു 90. ടോട്ടൽ നമ്പർ ഓഫ് vada she solved is 90. Gehu brings 56 plants for her terrace garden. Some plants dried up. She left with 29 plants. How many plants dried up? Gehu 56 plants ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. 56നെ നമുക്ക് നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യാം. 55 പ്ലസ് 1 ആണ് 56. ഇനി ഇതിൽ ഇപ്പൊ ബാക്കിയുള്ളത് 29 പ്ലാന്റ്സ് ആണ്. എങ്ങനെ 29? 20 പ്ലസ് 9 അല്ലെങ്കിൽ 30 മൈനസ് 1. ഇവിടെയാണ് 29. അപ്പോൾ മുമ്പ് ഇത്രയും കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇത്ര മാത്രമേ ബാക്കിയുള്ളൂ. അതിനർത്ഥം എന്താ? ഈ ഇടയിലുള്ള എല്ലാ നമ്പർ ഓഫ് പ്ലാന്റ്സും ഡ്രൈ ആയിപ്പോയി. എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക? 29 കഴിഞ്ഞിട്ടുള്ള പ്ലസ് 1, അത് കഴിഞ്ഞിട്ടുള്ള പ്ലസ് 10, അത് കഴിഞ്ഞിട്ട് പ്ലസ് 10, ഇവിടെയോ അവിടെ 6 ഉണ്ട്. 10 പ്ലസ് 10 20, 20 പ്ലസ് 6 26 പ്ലസ് 1 27. അപ്പൊ 27 പ്ലാന്റ്സ് ആണ് ഡ്രൈ ആയി പോയിരിക്കുന്നത്. 29 പ്ലാന്റ്സ് ആണ് ഇപ്പൊ റിമൈനിങ് ആയിട്ടുള്ളത്. 29 പ്ലസ് 27 ഈക്വൽ ടു 56. Choose two numbers. Make a word problem using two numbers. Share it with your classmates. നിങ്ങൾ സ്വന്തമായിട്ടൊരു വേർഡ് പ്രോബ്ലം ഉണ്ടാക്കണം. ഓക്കെ, അത് നിങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കണം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. There are two boxes. One has 52 black chocolates and other one has 36 white chocolate. How many chocolates are there in total? എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം രണ്ട് ബോക്സ് വരയ്ക്കുക. ബ്ലാക്ക് ചോക്ലേറ്റ് എത്രയുള്ളത്? 52. 5 ടെൻസും 2 സിംഗിൾസും കൊടുക്കണം. വൈറ്റ് ചോക്ലേറ്റ് 36. 3 ടെൻസും 6 സിംഗിൾസും കൊടുക്കണം. എന്നിട്ട് ടോട്ടൽ ആഡ് ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് ടെൻസ് 8 ആണ്. ടോട്ടൽ ഓഫ് സിംഗിൾസും 8 ആണ്. ദാറ്റ് മീൻസ് 80 പ്ലസ് 8 ഈക്വൽ ടു 88. Let's play. This game is to be played between two children. The first player should say a number between 1 and 10. The second player adds a number between 1 and 10 to the first player's number. The first player again adds a number between 1 and 10 to the previous sum. The player to reach 100 first is the winner. An example is given here. ഇത് നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പറ്റിയ ഒരു ഗെയിമാണ്. ഇതിൽ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് നോക്കാം. 2 പ്ലേയേഴ്സ് ഉണ്ടാവും. ഫസ്റ്റ് പ്ലെയർ 1 ഒരു നമ്പർ പറയും. 1ന്റെയും 10ന്റെയും ഇടയിലുള്ള ഒരു നമ്പർ ആയിരിക്കണം പറയുന്നത്. അപ്പോൾ പ്ലെയർ 1ന്റെ നമ്പറാണ് 9. അപ്പോൾ ടോട്ടൽ എത്രയായി? 9. ഇനി സെക്കൻഡ് പ്ലെയർ ഒരു നമ്പർ പറയാണ്. ഇവിടെ 10 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ സെക്കൻഡ് പ്ലെയർ പറഞ്ഞ് 10ഉം ആദ്യം ഉണ്ടായിരുന്ന 9ഉം കൂടി സം ചെയ്യണം. ആ സം ചെയ്ത് കഴിഞ്ഞാൽ എത്രയാ കിട്ടുക? 10 പ്ലസ് 9 ഈക്വൽ ടു 19. ഇനി ഫസ്റ്റ് പ്ലെയർ ഒരു നമ്പർ കൂടി പറയണം. ഇവിടെ 8 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്തിന്റെ സമ്മ ചെയ്യേണ്ടത്? മുമ്പേ ഉണ്ടായിരുന്ന സമ്മിന്റെ കൂടെ ഈ പുതിയ നമ്പർ ആഡ് ചെയ്യാം. ഇപ്പൊ എത്രയാ കിട്ടുക? 19 പ്ലസ് 8 ഈക്വൽ ടു 27. പിന്നെ അടുത്ത ആൾ അടുത്ത നമ്പർ പറയും. നമ്മൾ 27നോട് ആ നമ്പർ ആഡ് ചെയ്യും. അപ്പൊ 36 കിട്ടും. അപ്പൊ ഫസ്റ്റ് പ്ലെയർ ഒരു നമ്പർ കൂടി പറയും. അത് ഈ സമ്മിന്റെ കൂടെ ആഡ് ചെയ്യും. 46 കിട്ടും.
ഇങ്ങനെ ഈ പ്രോബ്ലം മൊത്തം ചെയ്ത് നോക്കാം. ഇത് എക്സാമ്പിൾ ആണ്. ഇനി നിങ്ങൾ 2 പേര് ചേർന്ന് ഇതേ ഗെയിം കളിക്കണം. ഒരാളൊരു നമ്പർ പറയും, അടുത്ത ആള് അത് ആഡ് ചെയ്യും. ലെറ്റ്സ് ഡു. Estimate the number and say if it will be more or less than 100. Match with the correct one. 150 minus 50 is 100. 150 ന്ന് 50 മൈനസ് ചെയ്താൽ 100 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. So 150 minus 49 is more than 100. 50 മൈനസ് ചെയ്ത് കളഞ്ഞാലാണ് 100. അതിനേക്കാളും ഏത് ചെറിയ നമ്പർ മൈനസ് ചെയ്താലും നമ്മൾ 100നേക്കാളും കൂടുതലാണ് കിട്ടുക അല്ലേ? ഫോർ എക്സാമ്പിൾ 150 മൈനസ് 10 ആണെന്ന് വിചാരിക്കുക. 150ന്ന് 10 മൈനസ് ചെയ്താൽ എത്രയാ കിട്ടുക? 140. 140 100നേക്കാളും കൂടുതലല്ലേ? 150ന്റെ അടുത്തുനിന്ന് 20 മൈനസ് ചെയ്താലോ? 150 minus 20 equal to 130. 130 is also more than 100. അങ്ങനെ 50 എത്തുന്നവരെ 50യുടെ തൊട്ട് മുമ്പിലുള്ള നമ്പർ ആണ് 49. 49 വരെ ഏത് നമ്പർ മൈനസ് ചെയ്താലും കിട്ടുന്ന ആൻസർ 100നേക്കാട്ടും വലുതായിരിക്കും. ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം. 134 minus 56. 134ൽ നിന്ന് 34 മൈനസ് ചെയ്താൽ 100 കിട്ടും അല്ലേ? അപ്പൊ 34നേക്കാളും കൂടുതൽ മൈനസ് ചെയ്ത് കളഞ്ഞാലോ? അപ്പോൾ ഉറപ്പായിട്ടും 100നേക്കാളും ചെറിയ വാല്യൂ ആണ് ഇതിന് ആൻസർ ആയിട്ട് കിട്ടുക. അപ്പൊ അത് ലെസ് ദാൻ 100 ആണ്. ഇവിടെ 20 plus 41. 20 plus 40 equal to 60. 60 plus 1 61 ആണ്. 61 100നേക്കാളും ചെറിയ നമ്പർ അല്ലേ? അപ്പൊ അവിടെയും ലെസ് ദാൻ 100 ആണ് കിട്ടുന്നത്. അടുത്തത് 150 minus 49. അത് എക്സാമ്പിൾ ഓൾറെഡി തന്നതാണ്. അത് മോർ ദാൻ 100 ആണ്. ഇവിടെ എത്രയാ കിട്ടുക? 101. നെക്സ്റ്റ് 199 minus 90. ഇവിടെ 100ൽ നിന്ന് 99 മൈനസ് ചെയ്താലേ 100 ആവുള്ളൂ. അപ്പൊ 90 മാത്രമേ മൈനസ് ചെയ്യുന്നുള്ളെങ്കിലോ ഉറപ്പായിട്ടും ഈ വാല്യൂ 100നേക്കാളും കൂടുതലാണ് കിട്ടാൻ പോകുന്നത്. 70 plus 30 plus 1. 70 plus 30 plus 1. 70 plus 30 equal to 100. 100 plus 1 obviously more than 100 ആണല്ലേ? 156 minus 65. 100ൽ നിന്ന് 56 മൈനസ് ചെയ്താൽ 100 ആവും. അഗെയിൻ 65 എന്ന് പറഞ്ഞാൽ 56നേക്കാളും വലിയ നമ്പർ ആണ്. അപ്പോൾ ഇത് ലെസ് ദാൻ 100. 68 മൈനസ് 26. 68 ചെറിയ നമ്പർ ആണ്. അതിൽ നിന്ന് ഇനി 26ഉം കൂടി മൈനസ് ചെയ്താൽ ഒബ്വിയസ്ലി അത് ലെസ് ദാൻ 100 ആയിരിക്കും. 95 പ്ലസ് 10. അപ്പൊ തന്നെ അത് 100ലും കൂടുതലായി. പിന്നെ അതിനോടൊരു 5ഉം കൂടി ആഡ് ചെയ്താലോ അത് 100നേക്കാളും കൂടുതലാണ്. പിന്നെ നെക്സ്റ്റ് 109 മൈനസ് 80. അത് ലെസ് ദാൻ 100 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് വൺ 63 പ്ലസ് 26. ഇത് ലെസ് ദാൻ 100 ആയിരിക്കും. പിന്നെ 124 പ്ലസ് 124 100നേക്കാളും കൂടുതലാണ്. അപ്പൊ ഇനി ഇതിന്റെ കൂടെ ഇനിയും നമ്പേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി അത് 100നേക്കാളും കൂടുതലായിരിക്കും. ഇപ്പൊ ഇതുവരെ നമ്മളൊരു മൈൻഡിൽ ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയതാണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ കൃത്യമായ നമ്പർ എത്രയാണെന്നൊന്നും നമുക്കറിയില്ല. ഇത് 100നേക്കാളും കൂടുതൽ വരുമോ കുറവ് വരുമോ എന്നുള്ളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയതാണ്. ഇനി ഓരോ പ്രോബ്ലംസും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് ആൻസർ എത്രയാണെന്ന് ചെക്ക് ചെയ്യണം. Solve the above problems using a number line. Write the answers next to the problems. ഇത്രയും നമ്പേഴ്സ് ആണ് തന്നിരുന്നത്. നമുക്ക് ഓരോന്നായി ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ 134 മൈനസ് 56. ആദ്യം നമുക്ക് 134 നമ്പർ ലൈനിൽ മാർക്ക് ചെയ്യണം. 134 130 പ്ലസ് 4 ആണ് 134. ഇനി ഈ 134ൽ നിന്ന് നമുക്ക് 56 മൈനസ് ചെയ്യണം. 56 എങ്ങനെ മൈനസ് ചെയ്യും? ആദ്യം ഇവിടെ 4 ഉണ്ട്, പിന്നെ 10 10 10 10 എന്ന് 50 ടെൻസ് ആക്കി മാറ്റണം. പിന്നെ 4 54, അത് കഴിഞ്ഞിട്ട് 2ഉം കൂടി ആഡ് ചെയ്യണം, കാരണം അപ്പോഴാണ് 56 ആഡ് ചെയ്യുന്നത്. ഇത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാ എത്തുന്നത്? 78. 78ലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ 134 മൈനസ് 56 ഈക്വൽ ടു 78.
which is less than 100. Next problem 20 plus 41. ആദ്യം നമുക്ക് 20 മാർക്ക് ചെയ്യാം. 10 plus 10 plus 10 plus 10 40 പിന്നെ ഒരു 1 കൂടി ആഡ് ചെയ്തു. അത് എവിടെ എത്തിയിരിക്കുന്നത്? 61ലാണ്. 60 plus 1 equal to 61. അപ്പോൾ 20 plus 41 equal to 61. അത് less than 100 ആണ്. Third problem 150 minus 49. ആദ്യം നമുക്ക് 150 മാർക്ക് ചെയ്യാം. ഇവിടെ 150 മാർക്ക് ചെയ്തു. എന്നിട്ട് അതിൽ നിന്ന് 49 മൈനസ് ചെയ്യണം. 10, 20, 30, 40, 49. അപ്പൊ അത് എവിടെ എത്തിയിരിക്കുന്നത്? ഇത് 100 plus 1 ആണ്. 101. 150 minus 49 equal to 101, which is more than 100. Next, 199 minus 90. 199 ആദ്യം മാർക്ക് ചെയ്യണം. ഇവിടെയാണ് 199. 200ന്ന് 1 മൈനസ് ചെയ്താൽ കിട്ടുന്ന പോയിന്റിലാണ് 199. ഇനി ഇതിൽ നിന്ന് 90 മൈനസ് ചെയ്യണം. 9 tens. ഇവിടെ ഓൾറെഡി 9 ബാക്കിയുള്ളൂ. ഇതിന്റെ ശേഷം അതിന് 10 ആക്കാനുള്ള 1 നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ 9, 10, 10, 10, 10, 10 ലാസ്റ്റ് ഒരു 1 കൂടി ആഡ് ചെയ്തപ്പോൾ ടോട്ടൽ 90 ആയി. അത് എവിടെ എത്തിയിരിക്കുന്നത്? ഈ പോയിന്റിലാണ്, അതായത് 109. 110 minus 1 equal to 109. 199 minus 90 equal to 109, which is more than 100. അടുത്ത പ്രോബ്ലം 70 plus 30 plus 1. ഫസ്റ്റ് 70 മാർക്ക് ചെയ്യണം, പിന്നെ അതിനോട് 30 ആഡ് ചെയ്യണം, പിന്നെ അതിൻ്റെ കൂടെ ഒരു 1 കൂടി ആഡ് ചെയ്യണം. എവിടെ എത്തിയിരിക്കുന്നത്? 101ലാണ്. 70 plus 30 plus 1 equal to 101, which is more than 100. അടുത്ത പ്രോബ്ലം 156. 156 ആദ്യം മാർക്ക് ചെയ്യുക. 150 plus 6ലാണ് 156 ഉണ്ടാവുക. അതിൽ നിന്നും 65 മൈനസ് ചെയ്ത് കളയണം. 65ന് 6 ടെൻസും പിന്നെ ഒരു 5 ആണല്ലേ വേണ്ടത്. ആദ്യം തന്നെ ഒരു 6 മൈനസ് ചെയ്യുക, പിന്നെ 5 ടെൻസ് മൈനസ് ചെയ്തു, പിന്നെ ഒരു 9 മൈനസ് ചെയ്തു. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് 65 ആണ് കിട്ടുക. 156 മൈനസ് 65 എവിടെ എത്തിയിരിക്കുന്നത്? 91ലാണ്. 156 minus 65 equal to 91, which is less than 100. അടുത്തത് 68 minus 26. ആദ്യം 68 മാർക്ക് ചെയ്യുക. 60 plus 8 ആണ് 68. അവിടെ 68 മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്നും 26 മൈനസ് ചെയ്ത് കളയണം. 8, 10, 8 ഇതാണ് 26. അതെവിടെ എത്തിയിരിക്കുന്നത്? 42ലാണ്. ഓക്കെ, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. 68 minus 26 equal to 42, which is less than 100. അടുത്തത് 95 plus 10 plus 5. ആദ്യം 95 മാർക്ക് ചെയ്യുക, പിന്നെ അതിൻ്റെ കൂടെ 5 ആഡ് ചെയ്യാം. നമുക്ക് ആദ്യം 10 വേണമെങ്കിലും പിന്നെ 5 വേണമെങ്കിലും ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഈ കേസിൽ 95 plus 5 ഈസി ആവാൻ വേണ്ടി 5 ആദ്യം ആഡ് ചെയ്തു. അപ്പം 100ലെത്തി അല്ലേ. ഇനി അതിൻ്റെ കൂടെ പ്ലസ് ഒരു 10 കൂടി ആഡ് ചെയ്തു. അപ്പം ടോട്ടൽ എത്രയാണ് കിട്ടിയേ? 110. 95 plus 10 plus 5 equal to 110, which is more than 100. Next problem 109 minus 80. 100 ഇവിടെ ഉണ്ട്. 109. 100 plus 9 ആണ് 109. അതിൽ നിന്നും 80 മൈനസ് ചെയ്യണം. എങ്ങനെയാ മൈനസ് ചെയ്യുക? 10, 20, 30, 40, 50, 60, 70. ഇവിടെ ഓൾറെഡി 79 ഉണ്ട്. 79 plus 1 ആണ് 80. അപ്പോൾ ഇവിടെ ഒരു 1 കൂടി കൊടുത്തു. എവിടെ എത്തിയിരിക്കുന്നത്? 29ലാണ്. ബിക്കോസ് 30 minus 1 equal to 29. 109 minus 80 equal to 29, which is less than 100. 63 plus 26. ആദ്യം തന്നെ 60 plus 3, 63 അവിടെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനോട് ആ പോയിന്റിൽ നിന്ന് 26 എന്ന് പറഞ്ഞാൽ ഇവിടെ റിമൈനിങ് 7 plus 10 ചെയ്യുമ്പോൾ 17 ആവുള്ളൂ. 17 plus 9 ആണ് 26. അപ്പോൾ ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ എത്തി? 89. 63 plus 26 equal to 89, which is less than 100. Last
124 പ്ലസ് 23 പ്ലസ് 20 ഓൾറെഡി നമ്മൾ പറഞ്ഞു ആദ്യത്തെ നമ്പറേ 100-നേക്കാളും കൂടുതലാണ്. പിന്നെ അതിനോട് ഏതൊക്കെ ആഡ് ചെയ്താലും അത് 100-നേക്കാളും കൂടുതൽ തന്നെ വരുള്ളൂ. ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും? ആദ്യം നമുക്ക് 124 മാർക്ക് ചെയ്യാം. 120 പ്ലസ് 4 ആണ് 124. ഇനി ഇതിൻ്റെ കൂടെ ഒരു 23യും 20യും ആഡ് ചെയ്യണം അല്ലേ? 23 പ്ലസ് 20 ഈക്വൽ ടു 43. അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ 43 ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഇങ്ങനെയാണ് നമ്പർ വരിക. 6 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 10 പ്ലസ് 7 ഈക്വൽ ടു 43. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. 23 പ്ലസ് 20 നിങ്ങൾക്ക് ആദ്യം ആഡ് ചെയ്തിട്ട് 43 കിട്ടിയിട്ട് ആ 43നെ ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഇതിൽ 23 എന്ന് പറഞ്ഞാൽ 10 പ്ലസ് 6 പ്ലസ് 7 ആണ്. ഇവിടെ ഒരു 6 റിമൈനിങ് ആണ്. അതിൻ്റെ കൂടെ ഒരു 7ഉം കൂടി ആഡ് ചെയ്താൽ പ്ലസ് 10ഉം കൂടി ആഡ് ചെയ്താലാണ് 23 കിട്ടുക. പിന്നെ ആഡ് ചെയ്യാനുള്ള 20 രണ്ട് ഫുൾ 10 10 ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കൺഫ്യൂഷൻ ആവണ്ട, ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 124 പ്ലസ് 23 പ്ലസ് 20 ഈക്വൽ ടു 167 വിച്ച് ഇസ് മോർ ദാൻ 100. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. ഇതൊരു ലോങ് ചാപ്റ്റർ ആണ്. ഓരോ ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് നന്നായി പഠിക്കുക, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. മാത്സിൻ്റെ പ്രോബ്ലംസ് ഒരാൾ പറഞ്ഞ് കേട്ട് പഠിക്കാൻ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് പെൻസിലെടുത്ത് പേപ്പറിൽ എഴുതി തന്നെ ചെയ്ത് നോക്കണം. കുറേ പ്രാവശ്യം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് മൈൻഡിലും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.